ചോസറിലെ മൊഡ്യൂൾ 2 മറ്റേ ദ റോബിൻ ഹുഡ് പ്ലേ ഫ്രാഗ്മെൻറ്റ്സ് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്താ അതായത് ഈ മൊത്തം ഈ പ്ലേൻ്റെ ആകെ കുറച്ച് പാർട്ട് സർവൈവ് ചെയ്യണുള്ളൂ. അതൊരു 21 ലൈൻസ് ആയിട്ട് ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതി വച്ചേക്കുന്നതാണ്. അത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ പ്ലേൻ്റെ പാർട്ട്. അപ്പോൾ ആ കണ്ടെത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഇയർ വരുന്നത് 1475 to 76 ആണെന്നാണ്. കാംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലെ ലൈബ്രറിയിലാണ് ഇപ്പോൾ അത് പ്രിസർവ് ചെയ്തിട്ടുള്ളത്. മൊത്തം റോബിൻ ഹുഡ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റിനെ പറയാം. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇൻഫർമേഷൻ തരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫ്രാഗ്മെൻ്റാണ് ഇത്. പിന്നെ ഈ ഫ്രാഗ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റോബിൻ ഹുഡ് ലിറ്ററേച്ചറിനെ പറ്റി മാത്രമല്ല, റോബിൻ ഹുഡ് സാഗ അല്ലെങ്കിൽ റോബിൻ ഹുഡ് ആ ഒരു പ്ലേയിൽ ഫ്രയർ ടക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പ്രസൻസ് നമുക്ക് ഇതിൽ നിന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ പറയുന്നത് ഫ്രാൻസിസ് ജെയിംസ് ചൈൽഡ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട്, ഈ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പ്ലേ അല്ലെങ്കിൽ ഈ കിട്ടിയ ഫ്രാഗ്മെൻറ്റ് ഒരു ഗൈ ഓഫ് ഗിസ്ബോൺ എന്ന് പറഞ്ഞൊരു ബെല്ലാഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റ് 1475 അല്ലെങ്കിൽ 76 നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ആ ഗൈ ഓഫ് ഗിസ്ബോൺ എന്ന് പറഞ്ഞ ബെല്ലാഡും ഒരു മിഡീവൽ ഒറിജിനുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയണത് ഈ ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പ്ലേ എന്ന് പറയുന്നത് പാസ്റ്റ് ആൻഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഫേമസ് കളക്ഷൻ്റെ പാർട്ടായിരിക്കാം എന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. കാരണം ഈ പാസ്റ്റ് ആൻഡ് പേപ്പേഴ്സ് വില്യം പാസ്റ്റർ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് പീറ്റർ ലീ നീവ് PETRLENEVE എന്ന് പറഞ്ഞ ആൾ വാങ്ങി. പിന്നീട് അത് സർ ജോൺ ഫെൻ ആൻഡ് വില്യം ഫ്രെയർ എന്ന് പറഞ്ഞ രണ്ടാൾക്കാർ വാങ്ങിയിട്ട് എഡിറ്റ് ചെയ്തു. അതാണ് ഈ പാസ്റ്റ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടറിനെ പറ്റിയിട്ട് സർ ജോൺ പാസ്റ്റർ എന്ന് പറഞ്ഞ ആൾ 1473 ഒരു ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാവുന്നത് ഇതിൻ്റെ പാർട്ടായിരുന്നു എന്നൊക്കെ. ഈ റോബിൻ ഹുഡ് പ്ലേയിലെ ഒരു ഇതിനെപ്പറ്റി ആൾ കമൻറ്റ് ചെയ്തിട്ട് ലെറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഈ ലെറ്റർ എഴുതിയിട്ടുള്ളത് 1473 പറഞ്ഞു. അതിനകത്ത് ഈ റോബിൻ ഹുഡ് ആൻഡ് ഷെരീഫ് ഓഫ് നോട്ടിംഗ്ഹാം എന്ന് പറഞ്ഞ പ്ലേൻ്റെ കമൻസ് ഉണ്ട്. അപ്പോൾ അതിനർത്ഥം 1473 മുന്നേ ആ പ്ലേ എനാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. പിന്നെ ഈ പ്ലേനെ പറ്റി പറയുന്നത്, പ്ലേ തുടങ്ങണത് ഒരു ഷെരീഫും ഒരു നൈറ്റും തമ്മിലൊരു അഗ്രിമെൻറ്റ് നടത്താണ്. അതായത് ഈ നൈറ്റ് പറയാണ്, ഞാൻ റോബിൻ ഹുഡിനെ ക്യാപ്ചർ ചെയ്യാം, എനിക്ക് പകരമായിട്ട് ഗോൾഡും മണിയും തരാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും റോബിൻ ഹുഡും അതുപോലെ നമ്മുടെ നൈറ്റും കൂടെ ഫൈറ്റ് ചെയ്യാണ്. അവസാനം ജയിക്കുന്നത് റോബിനാണ്. എന്നിട്ട് ആൾ ഈ നൈറ്റിൻ്റെ തല വെട്ടിയിട്ട് ഇയാൾ വേഷം മാറിയിട്ട് ഈ തല ഇയാളുടെ ഹുഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നടക്കും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് രണ്ടാൾക്കാർ മീറ്റ് ചെയ്യും. അതിലൊരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, ഈ ഗോഡ് റോബിൻ എന്ന് പറഞ്ഞ ആളെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് റോബിൻ ഹുഡിനാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അപ്പോൾ ഈ മറ്റാൾ പറയും, ആളുടെ ആൾക്കാരെയും ഷെരീഫ് ക്യാപ്ചർ ചെയ്തുകൊണ്ട് പോയെന്ന് പറയും. അങ്ങനെ ഇവർ ഈ സീനിലുള്ള രണ്ടാൾക്കാരും കൂടെ ഷെരീഫിൻ്റെ അടുത്തേക്ക് പോവാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ലിറ്റിൽ ജോൺ ആൻഡ് വില്യം സ്കാറ്റ്ലോക്ക് ആണെന്ന് പറയപ്പെടുന്നു. പിന്നെ ഒരു സീനിൽ കാണിക്കുന്നത് ഈ ഫ്രയർ ടക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോ വെച്ചിട്ട്. അപ്പോൾ ഈ ഷെരീഫ് അവരോട് സംസാരിക്കുന്നതായിട്ടാണ് ആ സീനിൽ കാണിക്കുന്നത്. എന്നിട്ട് അവരെ ത്രെട്ടൺ ചെയ്യുകയാണ്, അവരെ ഹാങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇയാൾക്ക് സറണ്ടർ ചെയ്തിട്ട് ഇയാൾ കൊണ്ടുപോകും. അവിടെ വെച്ചിട്ടാണ് ഈ ഫ്രാഗ്മെൻറ്റ് എൻഡ് ചെയ്യണത്. ഇതൊരു ഫ്രാഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഇൻഫർമേഷനാണ് ഇതിനെപ്പറ്റി ഉള്ളൂ. ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്.